ഉമർ റളിയല്ലാഹു അൻഹുവും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു, ഒരു കേസുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബേ, നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ വിധി പറയണം. വിധി പറയാൻ നമുക്ക് ആരെങ്കിലും ഒരാളെ സമീപിക്കണം. നോക്കുമ്പോൾ സ്വഹാബിമാരിൽ പണ്ഡിതനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കിട്ടി. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ ഞങ്ങൾക്കിടയിൽ വിധി പറയണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ എന്നവർ പ്രതിയാണ്, വാദിയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും കയറി ചെന്നപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ഇരിപ്പിടം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങളുടെ പ്രതിയായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ ഇവിടെ ഇരിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സെയ്ദ് ഇബ്നു സാബിത്തെ, നിങ്ങളുടെ ഫത്വ ശരിയല്ല കേട്ടോ, നിങ്ങളിപ്പോഴേ അതിക്രമം ചെയ്തു. ഞാനും ഉബയ്യ് ഇബ്നു കഅബും രണ്ടുപേരും കേസുമായി വന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക പരിഗണന, എനിക്കൊരു പ്രത്യേക സീറ്റ് നിങ്ങൾ തരാൻ പാടില്ലല്ലോ. ഞാനും എൻ്റെ വാദിയും പ്രതിയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഉബയ്യ് ഇബ്നു കഅബിൻ്റെ കൂടെ ഇരിക്കാം, എനിക്ക് ഈ സീറ്റ് വേണ്ട. അങ്ങനെ വാദം കേൾക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വാദിച്ചു. ഉമർ തങ്ങൾ നിഷേധിക്കാൻ പോവാണ്. ആ വിഷയം അങ്ങനെയല്ലെന്ന് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും വിധി പറയുന്ന ജഡ്ജായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ സത്യം പറയുന്ന വിഷയത്തിൽ നിന്നൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിഷേധമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു സത്യം ചെയ്യേണ്ട അവസ്ഥയുണ്ട് ഇവിടെ. അത് വരുത്താതെ ഈ കേസ് നിങ്ങൾക്ക് പരിഹരിച്ചൂടെ? ഉമർ തങ്ങൾ നിരപരാധിയല്ലേ? ഉമർ തങ്ങൾക്ക് സത്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതിരുന്നൂടെ? ഇത് ഞാൻ നിങ്ങളോട് ഉമർ തങ്ങളുടെ വിഷയത്തിൽ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ വേറെ ആരോട് ഞാനിങ്ങനെ പറയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഈ കേസിൽ നിങ്ങൾക്കെതിരായി ഇവിടെ സത്യം ചെയ്ത് പറയേണ്ടതുണ്ട്. അതങ്ങ് ഒഴിവാക്കി കൊടുത്തൂടായിരുന്നോ എന്ന് ചോദിച്ചു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ ഞങ്ങളുടെ ജഡ്ജാണ്, പക്ഷെ വിധി പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സെയ്ദേ, നിങ്ങൾക്ക് വിധി പറയാനുള്ള അവകാശമുണ്ടാകുന്നത് ഈ ഉമർ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരനെ പോലെ ഒരു സാധാരണക്കാരനായിട്ട് എന്നെ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷയത്തിൽ വിധി പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടി എന്തിനായി പറയുന്നത്? എനിക്കെന്താ സത്യം ചെയ്തൂടെ? ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്നും പറഞ്ഞ് ഖലീഫയ്ക്ക് സത്യം ചെയ്യാതെ ആ വിഷയമൊന്ന് രമ്യമായി പരിഹരിച്ചുകൂടെ എന്ന് നിങ്ങൾ എന്തിന് എനിക്ക് വേണ്ടി വാദിക്കണം?